ഇവിടെ 5 പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞു. അത് എന്താണ് അതിൻ്റെ മോട്ടീവ് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു പോലീസ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. 3 പ്രത്യേകം ഡിവൈഎസ്പിമാരെ അന്വേഷിക്കണം. കാരണം മോട്ടീവ്, എന്തിനാണ് ഇവരെ കൊന്നതെന്നുള്ള മോട്ടീവ് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് ഈ കേസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് മോട്ടീവ് കൃത്യമായിരിക്കണം. സാക്ഷികളില്ല, ആരും അറിഞ്ഞിട്ടില്ല ഈ കൊലപാതകം. അതിനകത്ത് സർക്കംസ്റ്റാൻഷ്യലെ സാഹചര്യ തെളിവ് കൊണ്ട് മാത്രമേ ഇയാളെ ശിക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇയാൾ ഇപ്പം പറയുന്ന മൊഴികൾ അത് പരസ്പരം വിരുദ്ധമായ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഷെമി എന്ന അമ്മ അത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റും. എങ്കിലും വല്യമ്മയെ കൊന്നത് അത് തീർച്ചയായിട്ടും കല്ലറ പാങ്ങോട് അതിർത്തിയിൽ ആ കൊലപാതകത്തിന് അവരോടൊരു വൈരാഗ്യമുണ്ട്. മോട്ടീവ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് സൽമാ ബീവി മരണപ്പെട്ടത് 2 കാര്യത്തിലാണ്. ഒന്ന്, വൈരാഗ്യം. തൻ്റെ പെൺസുഹൃത്തിനെ അവിടെ താമസിപ്പിക്കാൻ അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും അവരത് അനുവദിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ മാല ചോദിച്ചിട്ട് കൊടുത്തില്ല. ഈ 2 കാര്യമായിരിക്കണം അവരെ കൊല്ലാനുള്ള കാര്യം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ പിതാവിൻ്റെ സഹോദരൻ CRP പട്ടാളക്കാരനും അദ്ദേഹത്തിനെ ലത്തീഫിനെ കൊല്ലാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊല്ലാൻ കാര്യം കുടുംബസ്വത്ത് അവരുടെ കടം വീട്ടാൻ വിറ്റുകൊടുത്തില്ല എന്നുള്ളൊരു വൈരാഗ്യം. രണ്ടാമത്, വല്യമ്മയെ കൊന്നിട്ട് വരുന്ന വഴിക്കുള്ള ഫോൺ കോൾ ഏതെങ്കിലും വിധത്തിൽ വല്യമ്മയെ കൊന്ന വിവരം അറിഞ്ഞോ, അത് വ്യത്യസ്തമായ മോട്ടീവാണ്. മൾട്ടിപ്പിൾ മോട്ടീവ് ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നീട് സ്വന്തം അമ്മ, പെൺസുഹൃത്ത്, തൻ്റെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഇളയ സഹോദരൻ, അവരെ 3 പേരെ 2 പേരെ കൊന്നതും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതും സ്നേഹക്കൂടുകൊണ്ടാണ്. താൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, തൻ്റെ പിതാവ് അവിടെ നിന്ന് വരുമോ ഇല്ലയോ എന്ന് അറിയില്ല, താൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ സ്നേഹക്കൂടലുകൊണ്ട് താനും ആത്മഹത്യക്ക് പോവുകയാണ്. അതുകൊണ്ട് തൻ്റെ ഉമ്മയും തൻ്റെ സഹോദരനും താൻ ഇഷ്ടപ്പെടുന്ന പെൺസുഹൃത്തും താനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവരെ കൊന്നത്. അല്ലെങ്കിൽ അമ്മയൊഴിച്ച് അമ്മ രക്ഷപ്പെട്ടു, തൽക്കാലം നിൽക്കുകയാണ്. എങ്കിലും 3 പേരെയും കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ആ ചുറ്റി കൊണ്ട് അടിച്ചതും. മറ്റൊരു ആയുധമുണ്ട്, അതെന്താണെന്ന് ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. പോലീസ് അത് കണ്ടെത്തുമെന്ന് തോന്നുന്നു. 3 മർഡറിനും വ്യത്യസ്തമായ മോട്ടീവാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് 3 ഡിവൈഎസ്പിമാരെ അത് അന്വേഷിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ആവശ്യമില്ല. ഓരോ സ്ഥലത്തും മോട്ടീവ് വ്യത്യസ്തമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെയാണ് ഇയാൾ ഈ പ്രശ്നങ്ങൾ ചെയ്തത് എന്ന് പറയേണ്ടി വരും. കാരണം അയാളുടെ വികലമായ ഒരു മനസ്സാണ്. പല കോംപ്ലക്സ് നേച്ചറാണ് ആ മനസ്സിൽ. ഓരോ കാര്യത്തിനും ഓരോ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ഇയാൾ എല്ലാവരെയും കൊന്ന ശേഷം കുളിച്ച് ഒരുങ്ങി ഫ്രഷായ ഷർട്ടിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ, അവിടെ വന്ന് കീഴടങ്ങുമ്പോൾ അയാൾ വിചാരിച്ചിട്ടുണ്ടാവണം താൻ കഴിച്ചിരിക്കുന്ന എലിവിഷം അല്ലെ മണ്ണെണ്ണ അല്ലെ അത് ഉള്ളിൽ ചെന്നിരിക്കുന്നത് കൊണ്ട് താൻ മരണമടയും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ മറ്റു മാർഗങ്ങൾ സാധാരണഗതിയിൽ ഇതുപോലെ ചെയ്യുന്നവർ മറ്റു മാർഗങ്ങളിലേക്കൊക്കെ പോകും. പക്ഷെ ഇയാൾ എന്തുകൊണ്ട് ജീവനോടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്തു? അത് ഒരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ മോട്ടീവ് എന്തുകൊണ്ടാണ്, ഇയാൾ സ്വബോധത്തോടെ ഇയാൾക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വിവരം നമുക്കറിയാൻ പറ്റും. ഇയാളുടെ ഉമ്മ ഷെമി അവർ ജീവനോടെ തിരിച്ച് വന്നെങ്കിൽ, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ കൂടുതൽ വിവരങ്ങൾ മകനെ പറ്റി പറയാൻ പറ്റും. ഇവിടെ ഇളയ കൊച്ചിനെ കൊന്നിട്ടും പെൺസുഹൃത്തിനെ കൊന്നിട്ടും തൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും വലിയ ആപത്തുണ്ടായിട്ടും തൻ്റെ മകന് കൊലയാളിയാണെന്നറിഞ്ഞിട്ടും ഒരു പിതാവിന് ഗൾഫിൽ നിന്ന് വരാൻ സാധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം സാമ്പത്തിക ഞെരുക്കത്തിൽ അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം വായിച്ചു നോക്കിക്കഴിയുമ്പം, ഇതെല്ലാം പഠിച്ചു കഴിയുമ്പം മലയാളികളുടെ ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. കാരണം അധ്വാനിക്കാത്ത ഒരു വിവാഹമായിട്ട് മലയാളികൾ മാറിക്കഴിഞ്ഞു. തങ്ങൾക്ക് പണം ലക്ഷറി ആയിട്ട് ചെലവഴിക്കണം,
തൻ്റെ വരുമാനത്തിൻ്റെ ഇരട്ടിക്ക് അയാൾ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കും. ജീവിതം അവിടെ മുതൽ തുടങ്ങുകയാണ്, അവിടെ മുതൽ തെറ്റുകയാണ്. 1,00,000 രൂപയുടെയും അതുപോലെ 50,000 60,000 രൂപയുടെയും ഒരു വരുമാനമില്ലാത്ത മകനോ ഒരു വരുമാനമില്ലാത്ത മകൻ്റെ പിതാവോ ആ മൊബൈൽ വാങ്ങിക്കും. അതിനുശേഷം അതിനകത്താണ് ചുറ്റി സഞ്ചാരം, ഒരു ജോലിയും ചെയ്യില്ല. പിന്നീട് മറ്റുള്ളവർ വാങ്ങിക്കുന്ന പോലെ ഒരു ലക്ഷറി കാറ് ലോൺ എടുത്തെടുക്കും, ആ കാർ കൊണ്ട് നടക്കും. അതിൻ്റെ EMI അടയ്ക്കാനുള്ള വരുമാനം ഇല്ല, മൊബൈൽ ഫോണിൻ്റെ പൈസ അടയ്ക്കാനുള്ള വരുമാനം ഇല്ല. പിന്നീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വലിയൊരു ബൃഹത്തായ വീട് വയ്ക്കും, ആ വീടിൻ്റെ EMI അതും അടയ്ക്കാൻ കഴിയില്ല. അവസാനം ആ കുടുംബം ഒന്നടങ്കം ഇതുപോലെ ആത്മഹത്യ ചെയ്യാനേ കഴിയുള്ളൂ. ഇവിടെ തന്നെ ഈ സാമ്പത്തിക ഭാരം ഉണ്ടായപ്പം തന്നെ അമ്മയും മകനും കൂടെ ചേർന്ന് ആത്മഹത്യക്ക് ഒരു ആത്മഹത്യക്കുള്ള ഒരു തീരുമാനം എടുത്തിരുന്നെന്നും അമ്മ പിന്നീട് അതിൽ നിന്ന് പിന്മാറിയെന്നും വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഏറ്റവും ഇതിന് കാരണമായതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും മോട്ടീവ് നോക്കിക്കഴിയുമ്പോൾ 3 സ്ഥലത്തെയും വ്യത്യസ്തമായ മോട്ടീവ് കൊണ്ടാണ് 3 ഭാഗത്തും ഈ കൊലപാതകം നടത്തിയത്. പൊതുവായിട്ട് നോക്കിക്കഴിയുമ്പം ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി നിന്നുണ്ടായ ഒരു സംഭവം തന്നെയാണ്. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, കാരണം അമിതമായ ലക്ഷറി ലൈഫിലേക്ക് പോയി ഇവർ പണമില്ലേലും വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നടക്കും, എവിടെ പോയും യാത്രയ്ക്ക് പോകും, ലക്ഷറി ആയിട്ട് അവിടങ്ങളൊക്കെ ചിലവാക്കും. വീടിൻ്റെ വരുമാനവും തൻ്റെ വരുമാനവും കണക്കാക്കിയുള്ള കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.